ഇന്ന് നമുക്ക് മാങ്ങയും മുരിങ്ങയ്ക്കയും ഇട്ട് തേങ്ങ അരച്ച് വെച്ച വളരെ ടേസ്റ്റായ ഒരു മത്തിക്കറി ഉണ്ടാക്കാം. ആദ്യം നമുക്ക് അതിന് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിനകത്തേക്ക് ഒരു ബൗൾ തേങ്ങ ഇട്ട് കൊടുക്കുക. അതിനകത്തേക്ക് ഒരു 6-7 ചെറിയ ഉള്ളി മുഴുവനോടെ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഒരു മൺചട്ടി എടുത്ത് അതിനകത്തേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് സാധാരണ മീൻകറിയുടെ പോലെ വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ ഗ്രേവി ഒന്ന് ലൂസാക്കി എടുക്കാം. ഒരു മുരിങ്ങയ്ക്ക അരിഞ്ഞതും പുളിക്ക് ആവശ്യത്തിനുള്ള മാങ്ങയും ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് നെടുകെ പൊളന്നതും ആവശ്യത്തിന് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പുമിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് അടുപ്പേ വെച്ച് ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് പറ്റി കുറുകി പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് താളിച്ച് ചേർക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവയും കടുകും എല്ലാം നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇതിനകത്തേക്ക് ഒരല്പം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഓഫ് ചെയ്തിട്ട് മുളക് പൊടി ചേർത്തില്ലെങ്കിൽ മുളക് പൊടിയെല്ലാം കരിഞ്ഞു പോകും. ഇപ്പോൾ ഇത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കറിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാങ്ങയും മുരിങ്ങയ്ക്കയും ഇട്ട തേങ്ങ അരച്ച് വെച്ച മത്തിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്.